ഇന്നലെ മനുഷ്യത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു മഹത്തായ മാതൃക എനിക്ക് കോഴിക്കോട് നിന്ന് കാണാൻ കഴിഞ്ഞു. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫാണ് ആ മാതൃക നമുക്ക് കാണിച്ചു തന്നത്. വെറുപ്പിൻ്റെ വലിയ കട നടത്തിയവർക്ക് മുൻപിൽ സ്നേഹത്തിൻ്റെ, മനുഷ്യസ്നേഹത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെയൊക്കെ ഒരു സന്ദേശം മുന്നോട്ട് വയ്ക്കുന്ന ലിൻഡോയെ എനിക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു. തന്നെ അത്രയും മോശമായി അധിക്ഷേപിച്ച, തൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ ബോഡി ഷെയ്മിംഗ് നടത്തിയ ഒരു ലീഗ് പ്രവർത്തകനെ മാപ്പ് നൽകിക്കൊണ്ട് അയാളെ സ്നേഹത്തോടെ ആശ്ലേഷിക്കുന്ന ലിൻഡോ ജോസഫ് ഇന്നലത്തെ ദിവസത്തിൻ്റെ ഏറ്റവും നല്ല കാഴ്ചയായിരുന്നു. ഷിംജിത മുസ്തഫയും ലിൻഡോ ജോസഫും രണ്ട് പ്രത്യയശാസ്ത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന മനുഷ്യരാണ്. ഷിംജിത മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങളെ കൊണ്ടു നടക്കുന്നു, മറുഭാഗത്ത് ലിൻഡോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളെ കൊണ്ടു നടക്കുന്നു. രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ എങ്ങനെ മനുഷ്യനെ സമീപിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ലിൻഡോ ഇന്നലെ അയാളെ അധിക്ഷേപിച്ച ആ ലീഗ് പ്രവർത്തകനെ സ്നേഹത്തോടെ ആശ്ലേഷിക്കുമ്പോൾ ഇതിനപ്പുറം ഒരു മറുപടി ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോ ലിൻഡോയെ അധിക്ഷേപിച്ച ആ പ്രവർത്തകനോ കിട്ടാനില്ലല്ലോ ചേതൻ. തീർച്ചയായും ലിൻഡോയെ പരിചയമുള്ള ആർക്കും ഒരു അത്ഭുതമായി തോന്നുകയില്ല. കാരണം ലിൻഡോ അങ്ങനെയാണ്. എത്ര വളരെ മനു സൂചിപ്പിച്ച പോലെ തന്നെ വളരെ മോശമായിട്ടുള്ള കമൻ്റാണ് ലിൻഡോയ്ക്കെതിരെ ഉണ്ടായത്. ആ ലിൻഡോയുടെ ഈ കാലിലെ ചലനശേഷി അത് ജന്മനാ ഉണ്ടായതല്ല, പലർക്കും അറിയാവുന്നതാണ്. അത് ഇത്തരത്തിൽ ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തിൻ്റെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായത്. അറിയാത്തവർക്കായി 2019 ഈ സംഭവം നടക്കുന്നത്. ഈ ആംബുലൻസിൽ പെട്ടെന്ന് ഒരു രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കണം. പെട്ടെന്ന് ആംബുലൻസ് ലഭിച്ചു. പക്ഷേ ആംബുലൻസിന് ഡ്രൈവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ലിൻഡോ തന്നെ, നാട്ടിലെ പൊതുപ്രവർത്തനായ ലിൻഡോ തന്നെ നേരിട്ട് ഇറങ്ങുകയും ആംബുലൻസ് ഓടിക്കുകയും ഈ മാർഗ്ഗമധ്യേയാണ് ലിൻഡോ ഓടിച്ച ആംബുലൻസിൽ മറ്റൊരു വണ്ടി ടിപ്പർ വന്ന് അടിക്കുന്നതും ലിൻഡോയുടെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുന്നതും പിന്നീട് കാലിലെ ചലനശേഷിയെ ബാധിക്കുന്നതും. ലിൻഡോയെ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ലിൻഡോയെ അറിയാവുന്ന ആർക്കും ഇതൊരു അത്ഭുതമായി തോന്നുകയില്ല. വളരെ നാട്ടിൽ തിരുവമ്പാടി MLA ആണ്, വളരെ ജനകീയനാണ്. ഏത് ആവശ്യത്തിലും ഏത് പാതിരാത്രിക്കും സമീപിക്കാവുന്ന വ്യക്തി കൂടിയാണ്. അടുത്തിടെ മറ്റൊരു ലിൻഡോയുടെ വീഡിയോ വൈറലായതും മനു ഓർക്കുന്നുണ്ടാകും. ഒരു പറ്റം ചെറുപ്പക്കാർ അവർക്കൊരു ആശയം തോന്നുകയാണ്. തിരുവമ്പാടിയിൽ നിൽക്കുമ്പോൾ തങ്ങളുടെ MLA ഒന്ന് വിളിച്ചാൽ MLA വരുമോ എന്ന് അവർ ഒന്ന് പരീക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ചെറുപ്പക്കാർ MLA വിളിക്കുന്നു. ലിൻഡോ സംസാരിക്കുന്നു. എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ലിൻഡോ മണ്ഡലത്തിലുണ്ടെന്ന് പറയും. എന്നാൽ നമുക്ക് കാണാമെന്ന് പറയുകയും 15 മിനിറ്റുകൾക്കകം ആ MLA ആ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് എത്തുകയും അവരുമായി സംസാരിക്കുകയും കുശലം പറയുകയും ചായ കുടിച്ചാണ് അവിടെ നിന്ന് പിരിഞ്ഞ ആ വീഡിയോ റീല് വളരെ വൈറലായതാണ്. അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലിൻഡോനെ അറിയുന്നവർക്ക് ആരും ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ല. എന്തായാലും ഈ മനു സൂചിപ്പിച്ച പോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടത്, രണ്ട് വശത്തും ലീഗിൻ്റെ ഒരാൾ ലീഗ് പ്രവർത്തകൻ, ലിൻഡോയ്ക്കെതിരെ നിന്ന് ലീഗ് പ്രവർത്തകനും മറ്റേ വിഷയത്തിൽ ലീഗിൻ്റെ നേതാവ് കൂടിയാണ്. ഒരേ ആശയം പേറുന്ന രണ്ടു പേരാണ് ഇത്തരത്തിൽ സമൂഹത്തിൽ ദ്രോഹിക്കുന്ന നിലപാടുമായി വന്നത് എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ രണ്ട് വിഷയത്തിലും ഏതായാലും മനു, ഇതൊക്കെ നമ്മൾ പൊതുപ്രവർത്തകർ കാണുകയാണല്ലോ. ഈ ലീഗിൻ്റെ ഇത്തരത്തിലെ അടുത്ത കാലത്തായ നടപടികളും ഒരു നേരാവണ്ണം MLAക്കെതിരെ ഒരു വികസനം ആകാം അത് ലഭിക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഇത്തരത്തിൽ UDF ക്യാമ്പ് വലിയ രീതിയിൽ പ്രകോപിതരാകുകയും എന്നാൽ MLAയെ വ്യക്തിപരമായി വേട്ടയാടാം അതിൻ്റെ ഭാഗമായി ആയിട്ടാണ് ഇത്തരത്തിൽ ഒരു കമൻ്റ് ഇട്ടത്. എന്നാലും MLA അത് വളരെ പോസിറ്റീവായി എടുത്തു. അദ്ദേഹത്തെ മാപ്പ് നൽകി. ഇന്നലെ ആ ലീഗ് പ്രവർത്തകൻ പിരിഞ്ഞു പോകുമ്പോൾ ലിൻഡോയോട് പറഞ്ഞത് തെറ്റിനി ആവർത്തിക്കില്ലെന്നും ഇനി സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ ജാഗ്രതയോടെ താൻ പെരുമാറുകയുള്ളെന്നും വലിയൊരു പാഠമാണ് ലിൻഡോ തങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന് എന്ന് പറഞ്ഞാണ് അസ്ലം മുഹമ്മദ്, ആ മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയത്. മനു.